ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകൽക്കാല സമയം നമുക്കേവർക്കും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഒരവസരം കൂടെ ഈ അന്ത്യനാളുകളിൽ നൽകിയ കർത്താവിൻ്റെ വലിയ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ 2025 ആണ്ടിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെയും വിവിധങ്ങളായ പാഠവിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ 2025 എന്നുള്ള വർഷം. പാഠം നമ്മൾ പഠിക്കുമ്പോൾ നാം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയൊക്കെ നിറവേറ്റണമെന്നും അതിൽ ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെ പിഴവ് സംഭവിച്ചു എന്നും ആ പിഴവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ സംഭവിക്കുവാൻ തൊക്കണം പാടില്ല എന്നതിനെക്കുറിച്ചുമൊക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പാഠപഠന ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ 4ാമത്തെ ക്വാർട്ടറിൽ നാം ഉടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോശുവായിൽ നിന്നുള്ള വിശ്വാസ പാഠങ്ങൾ എന്നുള്ളതായ ഭാഗമാണ്. യോശുവയുടെ പുസ്തകത്തിൽ 24 അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലൂടെ ദൈവ പ്രമാണങ്ങളും കൽപ്പനകളും എപ്രകാരം താൻ അനുസരിച്ചു എന്നതിനെക്കുറിച്ചൊക്കെയും നമുക്ക് ഈ യോശുവയുടെ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് എത്തിക്കുകയും അതുപോലെ അത് അവകാശമാക്കി നൽകുകയും ചെയ്തു എന്നുള്ളതായ ഉത്തരവാദിത്തം ദൈവം യോശുവായ്ക്ക് നൽകി എന്ന് കാണുവാൻ കഴിയുന്നു. അത് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളിലും തീക്ഷ്ണതയോടെ ജോഷുവ പ്രവർത്തിച്ചു. തൻ്റെ മരണം വരെയും സത്യസന്ധനായി വിശ്വസ്തനായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി. ഈ അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഈ പാഠങ്ങളൊക്കെയും ഓർമ്മപ്പെടുത്തുന്നു. ഈ അവസാന ക്വാർട്ടറിൽ ഈ അവസാന ആഴ്ചയിലെ 13ാമത്തെ പാഠം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് തിരഞ്ഞെടുത്ത് കൊള്ളുവിൻ എന്നുള്ളതായ പാഠമാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇത് കേൾക്കുന്ന ഇത് പഠിക്കുന്ന സമയത്ത് ഈ 2025 എന്നുള്ളതായ വർഷം അവസാനിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. വിരലിൽ എണ്ണാവുന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ 2025 എന്നുള്ളതായ വർഷം ചരിത്രത്തിലേക്ക് മാറിപ്പോകുന്നു. ഈ ഒരു വർഷം നമ്മുടെ ജീവിതങ്ങളെ നാം എപ്രകാരം ഉപയോഗിച്ചു, എപ്രകാരം ക്രമീകരിച്ചു, എപ്രകാരം ദൈവത്തിങ്കിലേക്ക് അടുത്ത് ജീവിച്ചു എന്നതിനെക്കുറിച്ചൊക്കെയും നാം ഒന്നുകൂടെ വിലയിരുത്തേണ്ടതുണ്ട്, ഒന്നുകൂടെ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പാഠപഠനമൊക്കെയും നമ്മുടെ ആരാധനയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവസാന നാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. മനപ്പാഠവാക്യമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുന്നു. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന്
നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യോശുവ തൻ്റെ മരണം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ താൻ വൃദ്ധനായിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ ഇതുവരെയും താൻ ചെയ്തു പോകുന്നതൊക്കെയും ദൈവം തന്നെ ശക്തീകരിച്ചതുകൊണ്ടാണ് എന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഇനി തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ജനത്തെ ഒന്നുകൂടെ ഈ കാര്യങ്ങളൊക്കെയും ഓർമ്മപ്പെടുത്തുക, അവരുമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉടമ്പടി വീണ്ടും പുതുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ്. യോശുവയുടെ കാലശേഷം എങ്ങനെയായിരിക്കും ഈ ജനം? അതുപോലെ അവർ ദൈവത്തെ ആരാധിക്കുമോ, സേവിക്കുമോ, അതോ വീണ്ടും കുറച്ച് കാലം മാത്രം ദൈവത്തെ സേവിച്ചുകൊണ്ട് വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് ദൈവത്തെ അറിയാത്ത ഒരു ജനതയായി മാറുമോ എന്നൊക്കെയും ആശങ്ക മോശയ്ക്കുണ്ടായിരുന്നത് പോലെ യോശുവയ്ക്കും ഉണ്ടായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് 23-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ യോശുവ വയസ്സു ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, യോശുവ ഇനി അധികം കാലം അദ്ദേഹത്തിനില്ല. ഒന്നുകൂടെ ദൈവത്തെ മുറുകെ പിടിക്കണം, ദൈവത്തെ സേവിക്കണം, കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കണം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. എന്നാലേ നിങ്ങൾക്ക് ദൈവം ഈ ദേശത്ത് അവകാശമാക്കി തന്നിരിക്കുന്ന ദേശത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ എന്നൊക്കെയും ഉപദേശിക്കാൻ തക്കവണ്ണം യോശുവ ഒരു തീരുമാനമെടുക്കുന്നു. അവസാന അധ്യായമാണ് നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്, 24-ാം അധ്യായം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത്, അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ഷേക്കേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരെ അവസാനമായിട്ട് പ്രബോധിപ്പിക്കുകയാണ്. അവസാന പ്രസംഗം അവരെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങളെയൊക്കെയും ആമുഖമായിട്ട് യോശുവ അവിടെ ജനങ്ങളോട് അറിയിക്കുകയാണ്. ഇതൊക്കെയും ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഓരോന്നും ഓരോ ആൾക്കാരും അത് ചിന്തിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അതും എങ്ങനെയാണ്? അതും അവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ടു നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ച് പോന്നു. എന്നാൽ അവിടെ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവകാശമായി ഒരു ഭൂമി കൊടുക്കുമെന്നും തന്നെ വലിയ ഒരു ജാതിയാക്കുമെന്നും തന്നിലൂടെ ഈ ലോകം മുഴുവൻ ദൈവനാമം അറിയുമെന്നും ഒക്കെയും അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാം വിശ്വസ്തനായി ജീവിച്ചു. അബ്രഹാമിന് ഒരു മകനെ നൽകി, ഇസഹാക്ക്. ആ ഇസഹാക്കിലൂടെ യാക്കോബിനെയും യേശാവിനെയും നൽകി. യേശാവിന് വേറെയൊരു സ്ഥാനം കൊടുത്തു. യാക്കോബിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യേകം ദൈവം നൽകി. യാക്കോബിനെ ഇസ്രായേൽ എന്ന് പേർ മാറ്റി വലിയ ഒരു സ്ഥാനം കൊടുത്ത് യാക്കോബിൻ്റെ പുത്രന്മാരെ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ പിന്നീട് ഉള്ളതായ തലമുറയൊക്കെയും ദൈവം അനുഗ്രഹിക്കുന്നു. അവർ മിസ്രയീം ദേശത്തിലേക്ക് വരുന്നു. അവിടെ അവരെ അറിയാത്തതായ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തതായ യോസേഫിനെ അറിയാത്തതായ ഒരു വലിയ ഒരു ഫറവോൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉടലെടുക്കുന്നു. പിന്നീട് ഇസ്രായേൽ മക്കളെ അവിടെ ഉപദ്രവിക്കുന്നതും അവരെ കയ്യേറ്റം ചെയ്യുന്നതും ഒക്കെയും കാണുന്നു. അങ്ങനെ ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നു. മോശ മുഖാന്തരം പല കാര്യങ്ങളും അവിടെ ദൈവജനത്തിന് നൽകി കൊടുക്കുകയും ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതും പല ബാധകൾ അയച്ച് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തെ അവിടെ കാണിക്കുന്നു. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെയും ചെയ്ത് അവരെ ഈ മിസ്രയീം ദേശത്തിലെ ആ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് സർവശക്തനായ ദൈവം കൊണ്ടുവരികയാണ് മോശെ മുഖാന്തരം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വഴിയിൽ വെച്ച് പല തടസ്സങ്ങളുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം ഈ ചരിത്രം. ഇതൊക്കെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് മുൻപിലുള്ളതായ ക്വാർട്ടറിൽ പുറപ്പാട് എന്നുള്ളതായ പുസ്തകത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചു. ഇതൊക്കെയും നമുക്കറിയാം. അങ്ങനെ മോശെ അവരെ നയിച്ച് ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങളിലൊക്കെയും കൂടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവത്തോടും മോശയോടും ജനം ചില സമയങ്ങളിൽ പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിരുന്നാലും ദൈവം അതൊക്കെയും ക്ഷമിക്കുകയും, എന്നാൽ അവരുടെ മത്സരത്തിന് ഫലമായി അവർ 40 വർഷത്തോളം മരുഭൂമിയിൽ തന്നെ ജീവിച്ചു. വാഗ്ദത്തം കേട്ട് അവകാശം ആക്കി ലഭിച്ചായ അവകാശമായി കിട്ടിയതായ 2 പേർ നമുക്കറിയാം, ജോഷുവയും കാലേബും. പിന്നീടുള്ള പുതിയ തലമുറ, ആ പഴയ തലമുറയൊക്കെയും നശിച്ചുപോയി അവരുടെ മത്സരം കാരണം. എന്നാൽ ആ മോശയുടെ അവസാന നാളുകളിലും മോശയ്ക്കും വളരെയധികം നിരാശയുടെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. ഇനിയുള്ളതായ ഈ പുതിയ അല്ലെങ്കിൽ ഈ ജനം എങ്ങനെയായിരിക്കുമെന്ന്. അങ്ങനെ മോശെ യോശുവ ചെയ്തതുപോലെ മോശെ ആ കാലത്ത് അവിടെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ആവർത്തന പുസ്തകം അവസാന അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ 31 അതുപോലെ 32 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മോശയും അവരെയൊക്കെയും വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് നടക്കണമെന്ന്. അതുപോലെ തന്നെ മോശയ്ക്ക് ശേഷം നേതൃത്വ നിരയിൽ വന്ന ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ജോഷുവയുടെ അവസാന കാലഘട്ടത്തും ഇതുപോലെ ഉള്ള കാര്യമാണ് ഇവിടെ ചെയ്തത്. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെയും ശെഖേമിൽ കൂട്ടിവരുത്തി. അതുപോലെ യോശുവ അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും പകർന്നു നൽകി. ആ ചരിത്രം മുതൽ ദൈവം അവരെ നടത്തി, അവരെ വീണ്ടെടുത്തു, അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ തക്കണം. 24-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അങ്ങനെ നമ്മളത് വായിക്കുമ്പോൾ ആ ചരിത്രം ഇസ്രായേൽ മക്കളെ എങ്ങനെ വിടുവിച്ചു, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ എപ്രകാരം ദൈവം കാത്തു, ദൈവം നിങ്ങളോട് വിശ്വസ്തനായിരുന്നതുപോലെ ഈ കാലഘട്ടത്ത് ജീവിച്ചിരിക്കുന്ന ഈ തലമുറ നിങ്ങളും ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് ജോഷുവ ജനതയോട് ആഹ്വാനം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഞായർ, തിങ്കൾ ഒക്കെ ഭാഗം നമ്മൾ കവർ ചെയ്യുകയാണ്. നിങ്ങൾ ആരായിരുന്നു, എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവിടുന്ന് എപ്രകാരം ദൈവം നിങ്ങളെ കൊണ്ടുവന്നു, നിങ്ങൾക്ക് ഈ വക അനുഗ്രഹങ്ങളൊക്കെയും നൽകി, നിങ്ങൾ നട്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് അനുഭവിച്ചു, നിങ്ങൾ കെട്ടിപ്പടുക്കാത്ത ഗ്രാമങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ വരെ നിങ്ങൾക്ക് ദൈവം നൽകി, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് വരെ ദൈവമാണ് അവരെ വഴി നടത്തിയത്. ഇതൊക്കെയും നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ് ഇസ്രായേൽ മക്കൾ. എന്നിട്ടും അവർ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നതൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. 15-ാമത്തെ വാക്യം: യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്നു തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു പ്രസ്താവന നടത്തുന്നു. ജോഷുവയുടെ ആ ഒരു പ്രതികരണം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ഇന്ന് ഒരു നല്ല ഒരു തീരുമാനമെടുക്കണം. ആ കാര്യങ്ങളൊക്കെയും പറഞ്ഞതിന് ശേഷം ഇസ്രായേൽ ജനത പറഞ്ഞ ഉത്തരം നമുക്കിവിടെ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു.
എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും കൂടെ ദൈവത്തെ സേവിക്കണം. അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടിരിക്കുന്നു. യഹോവയെ ഭയപ്പെടണം, യഹോവയെ ഭയപ്പെടുക, യഹോവയെ അനുസരിക്കുക. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, കർത്താവിനെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥം നിരന്തരമായ വിറയലിനും നിരന്തരമായ വൈകാരിക അരക്ഷിതാവസ്ഥയിലും ജീവിക്കുക എന്നല്ല, മറിച്ച് ഒരു വശത്ത് ദൈവത്തിൻ്റെ അചഞ്ചലമായ മഹത്വം, ഭയാദരങ്ങൾ, വിശുദ്ധി, അനന്തത എന്നിവയുടെ അംഗീകാരത്തിൽ നിന്നും മറുവശത്ത് നമ്മുടെ ചെറുതും പാപപൂർണവും പരിമിതവും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആദരവിനെയും ആശ്ചര്യത്തെയും അത് സൂചിപ്പിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നത് അവൻ്റെ ആവശ്യങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധം കൊണ്ടാണ് എന്നും ഇവിടെ എഴുതിയിരിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇസ്രായേൽ മക്കളെ ഇതുപോലെ തന്നെ മോശയും വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസ്തയോടെ ദൈവിക കൽപ്പനകളെ അനുസരിക്കണം, വഴി നടക്കണം, ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കണമെന്ന്. അപ്പോഴും ഇസ്രായേൽ ജനം പറഞ്ഞു, എന്താണ്, ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാമെന്ന്. അതുപോലെ ഈ സമയത്തും യോശുവ അവരോട് ചോദിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഒന്നൊഴിയാതെ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തെ സേവിച്ച് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യം, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്കു സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലയോ? ദേശത്തു പാർത്തിരുന്ന അമ്മോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം എന്ന് ഇസ്രായേൽ ജനം യോശുവയുടെ മുൻപാകെ തിരിച്ച് മറുപടി പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യോശുവയുടെ ഒരു മറുപടി പ്രസ്താവന നമുക്കവിടെ കാണുവാൻ കഴിയുന്ന 19-ാമത്തെ വാക്യത്തിൽ, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 19-ാം വാക്യം കാണുന്നത്. 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് യോശുവയുടെ മറുപടി: നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. ഇങ്ങനെ യോശുവ പറയാനുണ്ടായിരുന്ന കാരണം നമുക്കറിയാം. യോശുവ മോശയുടെ ശുശ്രൂഷകനായിരുന്നു. അതുപോലെ ഈ പഴയ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു, അവർ എപ്രകാരം ജീവിച്ചു, എപ്രകാരം അവരെയൊക്കെ വഴി നടത്തി, ഇതൊക്കെയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് യോശുവ. മോശ നേതൃത്വത്തിൽ വന്നതായ ജനം എങ്ങനെയൊക്കെ ജീവിച്ചോ അതൊക്കെയും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് യോശുവ. ആ യോശുവയ്ക്ക് അറിയാം എങ്ങനെയുള്ളവരാണ്. ഒരിക്കൽ ഒരു കാര്യം പറയുകയും കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പിന്നീട് അവർ പറഞ്ഞ കാര്യം പോലും ഓർമ്മയില്ലാതെ വീണ്ടും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതും കാണുവാൻ കഴിയുന്നു. അത് കണ്ടുകൊണ്ട് നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലെ ഒരു ചോദ്യം മോശെ യഹോവയായ ദൈവം ചോദിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ഇസ്രായേൽ മക്കളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ദ സെയിം ആൻസറാണ് ഇസ്രായേൽ മക്കളും തിരിച്ച് മറുപടി പറഞ്ഞത്. അത് യോശുവയുടെ മനസ്സിൽ ഉണ്ട്. ഇപ്രകാരമാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്നു ജനം ഉത്തരം പറഞ്ഞു. മോശെ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ചെയ്യും എന്ന് ജനം മോശയുടെ മുൻപാകെ അവിടെ പറയുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുക. ഒരു സമയത്ത് നാം ദൈവം മുൻപാകെ തീരുമാനം എടുക്കുകയും പിന്നത്തേതിൽ വീണ്ടും അത് മാറി മറിഞ്ഞ് ആ പഴയ മനുഷ്യനിലേക്ക് തിരികുകയും ചെയ്യുക
നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുള്ളതായ ഒരു കാര്യമാണ്. അതാണ് മാറ്റേണ്ടത്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, ദൈവം വിശ്വസ്തനാണ്, ദൈവം മാറാത്തവനാണ്. ഒരിക്കൽ എന്ത് പറഞ്ഞോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ദൈവം ആണ് നമുക്കുള്ളത്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് കാലം മാറുന്തോറും, വ്യവസ്ഥിതി മാറുന്തോറും നമ്മുടെ സ്വഭാവവും നാം കൊടുത്തിരിക്കുന്ന ഉറപ്പും എല്ലാം അതിനനുസരിച്ച് മാറുന്നു. എന്നാൽ ഒരിക്കലും മാറാത്തതായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ വാക്കുകളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ അവകാശ ഭൂമി പൂർണ്ണമായും അവർക്ക് നൽകി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് യോശുവയുടെ നേതൃത്വത്തിലാണ് നൽകിയതും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിനൊക്കെയും സാക്ഷ്യമായിട്ട് യോശുവ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം നമുക്കറിയാം. നമ്മൾ ആദ്യമേ വായിച്ച് കേട്ടതായ സ്ഥലമാണ് ഷേക്കേം. അതിന് ചില പ്രധാന കാര്യങ്ങളുണ്ട്, ചരിത്ര പ്രധാനമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അബ്രഹാം, നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം: അബ്രഹാം ഷേക്കേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്നു കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. അബ്രഹാം സഞ്ചരിച്ചതായ സ്ഥലം. അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഭാഗം, യാക്കോബ് തൻ്റെ അന്യദേവന്മാരെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെയൊക്കെയും മൂടിവെച്ചതായ, കുഴിച്ചിട്ടതായ, കരുവേലയത്തിന് കീഴിൽ കുഴിച്ചിട്ടതായ സ്ഥലവും ഈ ഷേക്കേം എന്നുള്ളതായ സ്ഥലമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. നമുക്കറിയാം യാക്കോബിൻ്റെ ജീവിതം നമുക്കറിയാം. 33-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം ആ ഷേക്കേം സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്നു വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേക്കേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരം അടിച്ച നിലം ഷേക്കേമിൻ്റെ അപ്പനായ ഹമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. 100 വെള്ളിക്കാശിന് സ്വന്തമായിട്ട് വാങ്ങിയ സ്ഥലമാണ് ഈ സ്ഥലം, ഷേക്കേം എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ 35-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 4-ാം വാക്യം: അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ഷേക്കേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ഇങ്ങനെ പല പ്രത്യേകതകളും ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഈ സ്ഥലത്ത് വെച്ചാണ്, സാക്ഷ്യമായി നിന്നുകൊണ്ടാണ് യോശുവ ഈ ജനതയൊക്കെയും വിളിച്ച് ദൈവം അവരെ നടത്തിയ വിധങ്ങളെയും പറയുന്നു. ഇനി നിങ്ങൾ ഒരു നല്ല തീരുമാനം ഇന്നെടുക്കണം. അതുപോലെ ഈ പാഠം പഠിക്കുന്നതായ നാം 2025 അവസാനിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. അവസാന ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നല്ല ഒരു തീരുമാനം ഇന്ന് എടുക്കണം. ഇന്ന് തിരഞ്ഞ് എടുത്തുകൊള്ളുവിൻ. നമ്മൾ യഹോവയെ പൂർണ്ണമായും ഭയത്തോടെയും ബഹുമാനത്തോടെയും പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. നല്ലൊരു തീരുമാനം നമ്മൾ ഇന്ന് പകൽക്കാലം എടുക്കുക. ഇനി പുതിയ ഒരു വർഷം നമ്മൾ കാണുവാനും അതിലേക്ക് കടക്കുവാനും തക്കൊണ്ടും പോവുകയാണ്. ഇനി എത്ര നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് ആ ജനങ്ങൾക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നാം വീണ്ടും വായിച്ചു വരുമ്പോൾ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യം: നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുൻപേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ ജനത്തിൻ്റെ മധ്യേ വെച്ച് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളാകുന്നു എന്ന് അവിടെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് ജനം വീണ്ടും പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ഷേക്കേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു എന്ന്
4-ാം അധ്യായം 25-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അബ്രഹാമിനോട് നൽകിയതായ ആ ഉടമ്പടി വീണ്ടും ഇവിടെ വെച്ച് പുതുക്കുന്നു. ആ ജനവുമായിട്ട്, ആ പുതിയ തലമുറയുമായിട്ട് യോശുവ പുതുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു സ്ഥാപകമായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് യോശുവ അവിടെ ചെയ്തത് 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും പറഞ്ഞത്. 27-ാമത്തെ വാക്യം, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. അങ്ങനെ ആ വലിയ സ്ഥാപകവും സാക്ഷിയായിട്ട് കല്ലുകളും അവിടെ സ്ഥാപിച്ച് ജനവുമായിട്ട് ആ നിയമിച്ച പുതിയ ചട്ടവും അല്ലെങ്കിൽ പുതുതായിട്ട് വീണ്ടും അവരെ ആ ഉടമ്പടി പുതുക്കി അവരെ ഓർമ്മിപ്പിച്ചു. ഇനി നിങ്ങൾ തെറ്റിലേക്ക് പോയാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. പഴയ അനുഭവങ്ങൾ ഒക്കെയും അവരുടെ മനസ്സിലുണ്ട്. അവരതൊക്കെയും കേട്ട് ബഹുമാനത്തോടെ യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമെന്ന് വലിയ ഒരു ശപഥം അന്നെടുത്തു. ഇസ്രായേൽ മൂപ്പന്മാരും ആ ഒരു തലമുറയിൽപ്പെട്ടവരൊക്കെയും വലിയ തീരുമാനമെടുത്തു. അങ്ങനെ അതിനുശേഷം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയോടെ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടത്തിനായിട്ട് കാത്തിരിക്കുന്നു. ജോഷുവയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അവസാനമായി യഹോവയിലേക്ക് ഇസ്രായേൽ ജനത്തെ അടുപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിച്ചു. ഈ അന്ത്യനാളുകൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തെ വിട്ട് തിരിഞ്ഞ് നടക്കുന്ന ഓരോ മനുഷ്യരെയും നാം വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. ദൈവസ്നേഹത്തിലൂടെ നാം അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. അവരുമായിട്ട് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനായിട്ട് നമ്മെല്ലാവരുമായിട്ട് ദൈവം ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കവനൻ്റ് വെച്ചിട്ടുണ്ട്. അത് വീണ്ടും പുതുക്കുക. നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതങ്ങളെ നാം വീണ്ടും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിനുള്ള ഒരു നല്ല നടത്തിപ്പിന് വേണ്ടി, ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പുതിയ വർഷത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ ഇതുവരെയും എന്നെ ഈ ജനങ്ങൾ കണ്ടതുപോലെയല്ല ഇനി പുതിയ വർഷത്തിൽ ഞാൻ ആയിരിക്കുന്നത്. ദൈവമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ ദൈവം നമ്മുമായിട്ട് വെച്ചിരിക്കുന്ന ആ ഉടമ്പടി വീണ്ടും പുതുക്കുക. ഇസ്രായേൽ മക്കൾ ദൈവമായിട്ട് വീണ്ടും ആ പുനഃസ്ഥാപിച്ചതുപോലെ, നിയമവും ചട്ടങ്ങളും പ്രമാണങ്ങളും പുനഃസ്ഥാപിച്ചതുപോലെ നാം ഓരോരുത്തരും ദൈവമായിട്ട് വീണ്ടും നമ്മുടെ നിയമങ്ങൾ പുതുക്കുക. അങ്ങനെ നാം ചെയ്യുക. അത് നാം മാത്രം ചെയ്താൽ പോരാ, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളത് മാറ്റിവെക്കണം. നാം നമ്മുടെ മക്കൾക്ക് അത് പകർന്നു നൽകണം. അവർക്ക് എങ്ങനെയാണ് ദൈവം എന്നും ദൈവം എങ്ങനെയാണ് മറ്റുള്ളവരെ പരിപോഷിക്കുന്നതെന്നും ഇതുവരെയും കഴിഞ്ഞ തലമുറകളെ ദൈവം എങ്ങനെ നടത്തിയെന്നൊക്കെയും നാം ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു നൽകുക. വരും തലമുറയ്ക്ക് കൂടെ ദൈവത്തെ പരിചയപ്പെടുത്തി നൽകുക. സ്നേഹവാനായിരിക്കുന്ന ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, അതുപോലെ തീക്ഷ്ണതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ പുസ്തകം അവസാനിക്കുന്നത് 3 പേരുടെ അടക്കത്തോടു കൂടെയാണ് എന്ന് കാണുവാൻ കഴിയുന്നു. യോശുവയുടെ അതുപോലെ യാക്കോബിൻ്റെ കൊണ്ടുവന്നിരിക്കുന്ന അസ്ഥികൾ അടക്കുന്നു. വീണ്ടും അഹരോൻ്റെ മകൻ എലിയാസർ മരിക്കുന്നു. ഈ 3 പേരുടെ മരണത്തോടു കൂടെ ഈ പുസ്തകം അവസാനിക്കുന്നു. അങ്ങനെ അവസാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം കാണുവാൻ കഴിയുന്നു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇതുവരെയും യോശുവ ഈ ജനത്തോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അവരുടെ തലമുറയിലേക്ക് അനുസരിച്ച് ജീവിച്ചു പോന്നു. പിന്നീട് ഒരു തലമുറ ഉണ്ടായി. ആ തലമുറ എപ്രകാരമായിരുന്നു എന്നും ഈ ജഡ്ജസിൻ്റെ ബുക്കിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുകൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇപ്രകാരമാണ് വായിക്കുന്നത്. നമ്മൾ ആദ്യ ഭാഗം വായിക്കുമ്പോൾ, 1-ാമത്തെ അധ്യായം ഒക്കെയും വായിക്കുമ്പോൾ, 2-ാമത്തെ അധ്യായം ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഈ ചരിത്രം തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ
ഇസ്രായേൽ മക്കൾ വീണ്ടും അവരുടേതായ ശീലങ്ങളിലേക്ക് കടന്നു. 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 6 മുതൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താൻ്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. പിന്നീട് 8, 9, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വിഷമത്തോടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം. എന്നാൽ യഹോവയുടെ ദാസനായി നൂൻ്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിമ്നാത്ത് ഹേരസിൽ ഗായഷ് മലയുടെ വടക്ക് വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. 10-ാമത്തെ വാക്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അങ്ങനെ ആ യോശുവ അവകാശമായി നൽകിയതായ ആ കാര്യം ആ തലമുറയിൽപ്പെട്ട എല്ലാവരും പ്രായം വന്ന് മരണപ്പെട്ട് ജനത്തോട് ചേർന്നു. പിന്നീട് ഉണ്ടാകുന്ന 3-ാമത്തെ തലമുറ, അല്ലെങ്കിൽ പുതിയൊരു തലമുറ അവിടെ രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടു വരികയാണ് ചെയ്തത്. ആ തലമുറയുടെ പ്രത്യേകത പറയുന്നത്, അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. മോശയുടെ ഒരാഴ്ചക്കാലം മുഴുവനും ഇസ്രായേൽ മക്കളെ ദൈവം നിയോഗിച്ച പ്രകാരം വഴി നടത്തി. കഷ്ടതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും ഉണ്ടായിരുന്നു. എന്നാലും മോശയ്ക്കോ ആ തലമുറയിൽപ്പെട്ടവർക്കോ ആ ദേശം കൈവശമാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. പിറുപിറുപ്പും മത്സരവുമുള്ള ഒരു ദുശാഠ്യമുള്ള ജനമായിരുന്നു അത്. എന്നാൽ 2-ാം തലമുറക്കാരും ജോഷുവയും കാലേബും ഉള്ളവരും ആ കനാൻ ദേശം അബ്രഹാമിന് ദൈവം അവകാശമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞായ ആ വാഗ്ദത്ത ദേശം അവകാശമാക്കി ജോഷുവയുടെ കാലത്ത് കൊടുത്തു. അത് വിഭാഗിച്ച് എല്ലാവർക്കും കൊടുത്തു. അവസാന യോശുവയുടെ കാലത്തും മരണത്തിന് മുൻപായിട്ട് ആ തലമുറയിൽപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ ദൈവത്തെ വിട്ട് തിരിഞ്ഞ് മറ്റ് അന്യജാതിയിൽപ്പെട്ടവരുടെ ദൈവങ്ങളെ ആരാധിക്കുവാനോ അവർക്ക് ബലികൾ അർപ്പിക്കുവാനോ അവരെ നമസ്കരിക്കുവാനോ പോകരുത് എന്ന് അവരെ കൊണ്ട് സത്യം ചെയ്തു. എന്നാൽ ആ തലമുറയും മൂപ്പന്മാരും അവിടെ അവരുടെ കാലം വരെയും ജീവിച്ചു, വിശ്വസ്തയോടെ ജീവിച്ചു, ദൈവത്തെ സേവിച്ചു പോന്നു. എന്നാൽ അവരെ അറിയാത്ത വേറൊരു പുതിയ തലമുറ വന്നു. ആ തലമുറ ദൈവത്തിന് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം തുടങ്ങി എന്ന് കാണുവാൻ കഴിയും. ഇന്ന് നാം ഇത് പഠിക്കുമ്പോൾ അടുത്ത തലമുറ, ഈ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയാം. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെന്ന ആ ഒരു സമൂഹത്തെ അറിയാം. അവരുടെ ദൗത്യം എന്താണെന്നറിയാം. അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാം. അവരെങ്ങനെ ജീവിക്കണമെന്നറിയാം. മറ്റുള്ള എല്ലാ മതസ്ഥരിൽ നിന്നും ഒരു സെപ്പറേഷൻ അഡ്വന്റിസ്റ്റ് കുടുംബത്തിനുണ്ട്. അത് വരുന്ന തലമുറയിലേക്കും നാം ഓരോരുത്തരും പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലെങ്കിൽ ഈ ജനത്തിന് സംഭവിച്ചതുപോലെ അവർ ദൈവത്തെ അറിയാതെ ആ പുതിയ തലമുറ വളരും. വഷളായി ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ദൈവത്തിനെതിരായിട്ട് പ്രതികൂലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പിശാചിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തെ എതിർത്തുകൊണ്ട് മത്സരബുദ്ധികളായിട്ട് ജീവിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ജീവിച്ചായ ആ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നത് അവർക്ക് ആ കനാൻ ദേശം അവകാശമാക്കുവാൻ തക്കണം കഴിഞ്ഞില്ല. ദൈവം അവരെ ശിക്ഷിച്ചു എന്നാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാതിരിക്കുവാൻ, വരുന്ന തലമുറക്ക് ഉണ്ടാകുവാതിരിക്കുവാനായിട്ട് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങൾ വളരെ വിശ്വസ്തയോടെ, സത്യസന്ധമായി, ആത്മാർത്ഥതയോടെ, പൂർവാധികം ശക്തിയോടെ, ബലത്തോടെ നാം നമ്മുടെ മറ്റുള്ള പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുക, പുതിയ യുവാക്കൾക്ക് പകർന്നു നൽകുക. എല്ലാവരും ദൈവ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. ഇപ്പോഴുള്ള എല്ലാവരും ദൈവ വഴി വിട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ
ജോലി സംബന്ധമായ കാര്യങ്ങൾ, ജീവിതങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവർ ഈ ലോകത്തിൻ്റെ സ്പീഡിനനുസരിച്ച്, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മെ പ്രത്യേകമായിട്ട് ഒരു വിളിയുണ്ട് അഡ്വന്റിസ്റ്റ് കുടുംബത്തിന്. ആ ദൂത് നാം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന നാൾ വരെയും നമ്മൾ ജീവിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നമുക്ക് നൽകിയിരിക്കുന്ന സത്യത്തെ, ആ വെളിച്ചത്തെ പുതിയ തലമുറകൾക്ക് പകർന്നു നൽകുവാനുമായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വചന പഠനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇതിനകത്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. പ്രധാനമായും ഈ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ദൈവത്തെ അറിയിക്കുക, വഴി തെറ്റിപ്പോകാതെ അവർക്ക് ദൈവം അവകാശമായി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ ഒരു തലമുറയിൽപ്പെട്ടവർക്ക്, നമുക്കെല്ലാവർക്കും ദൈവം ഒരു പ്രോമിസ് ലാൻഡ് വെച്ചിട്ടുണ്ട്. ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നാം സ്വർഗീയ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടെ, വിശ്വസ്തയോടെ ചെയ്തു തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. നല്ല ഒരു പുതിയ വർഷം കാണുവാനും ആ പുതിയ വർഷത്തിൽ ആ പുതുക്കത്തിൻ്റെ അനുഭവത്തോടെ ജീവിപ്പാനും, ഇതുവരെയും ഞാൻ ജീവിച്ചതുപോലെയല്ല ഇനി ഈ 2026 ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട്, മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീർന്നുകൊണ്ട് എൻ്റെ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മകനായി ജീവിപ്പാനായിട്ട് നമ്മൾ നല്ലൊരു തീരുമാനത്തോടെ ആയിരിക്കുക. നാം ദൈവം തമ്മിലുള്ള ഉടമ്പടിയെ ഒന്നുകൂടെ ഒന്ന് പുതുക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ 2025 പ്രാരംഭം മുതൽ ഈ സമയം വരെയും അടിയങ്ങളെ കാത്തു പരിപാലിച്ചു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾ അടിയങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ക്രമീകരിക്കുവാനായിട്ട് ഓരോ ആഴ്ചയും അടിയങ്ങൾക്ക് വേണ്ടി നൽകി. പുതിയ തലമുറയിലേക്ക് അങ്ങയെക്കുറിച്ചുള്ളതായ ആ പഠനവും കാര്യങ്ങളും സത്യവും ഒക്കെയും പകർന്നു നൽകുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക്, ആ പഴയ തലമുറയ്ക്ക് വന്ന അവസ്ഥ അടിയങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനായിട്ട് അടിയങ്ങളെ കാത്തു പരിപാലിക്കണം പ്രാർത്ഥിക്കുന്നു. ആ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടെ നിറവേറ്റുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കർത്താവെ പുതിയ ഹൃദയത്തെ തന്ന് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ രൂപാന്തരപ്പെട്ട് അടിയങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു തുല്യമായ സ്വഭാവമുള്ളവരായി തീരുവാൻ സഹായിക്കണം. മറ്റുള്ളവർക്ക് അടിയങ്ങൾ നന്മയായി തീരുവാൻ തക്കണം സഹായിക്കണം. ഇന്ന് അടിയനോട് കൂടെ ഇരുന്ന് പഠിച്ച എല്ലാ ദൈവമക്കളും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. ദൈവം എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.